ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഓരോ മണിക്കൂറിലും സമാധാനം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അമേരിക്കൻ ഇടപെടൽ കൂടിയാകുമ്പോൾ കൂടുതൽ സങ്കീർണമായിട്ടുള്ള യുദ്ധമായി ഇറാൻ ഇസ്രായേൽ സംഘർഷം മാറുന്നു. ലോകരാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളൊക്കെ വലിയ ജാഗ്രത സ്വീകരിച്ചിരിക്കുകയാണ്. അപലപിക്കുന്നു ലോകരാഷ്ട്രങ്ങൾ. അമേരിക്കയ്ക്കൊപ്പം പൂർണ്ണമായി നിൽക്കുന്നില്ലെങ്കിലും ഈ നടപടിയെ UN ഉൾപ്പെടെ അപലപിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളടക്കം നമ്മൾ ഇന്ന് കണ്ടു. അപ്പോൾ ഇന്ന് ഇതുവരെ എന്താണ് സംഭവിച്ചത് ഇറാനിലും ഇസ്രായേലും ഈ സംഘർഷത്തിനിടെ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. ഇന്നലെ പുലർച്ചയോടെ അല്ലെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടിയാണ് അമേരിക്ക നേരിട്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ ഇടപെടുന്നു എന്നുള്ള വാർത്ത വരുന്നത്. പസഫിക് തീരത്തിനടുത്തേക്ക് അമേരിക്കയുടെ വിമാനവാഹിനികൾ ഉൾപ്പെടെ ഏന്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് എത്തിയ വാർത്ത പുറത്തു വന്നു. പിന്നീട് ആണവ കേന്ദ്രങ്ങൾ അമേരിക്ക ആക്രമിച്ചു ഇറാനിൽ നിന്നുള്ള വാർത്ത വരികയാണ്. അങ്ങനെ ആണവ കേന്ദ്രങ്ങൾക്ക് ഇറാനിൽ തന്നെ ഏറ്റവും പ്രധാന ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള ഫോർദോ, നദാൻസ്, ഒപ്പം തന്നെ ഇസ്ഫഹാൻ ആണവ കേന്ദ്രങ്ങളിലേക്കാണ് അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുന്നത്. ആ ആക്രമണം അമേരിക്കയുടെ ബങ്കർ ബസ്റ്റർ ബോംബുകൾ 12 ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക ഇറാന് നേരെ ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണത്തിന് ഉണ്ടാകുന്നു. അതിന് തൊട്ടു പിന്നാലെ നമ്മൾ നേരത്തെ കണ്ട ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അമേരിക്കയ്ക്ക് മാത്രം ചെയ്യാനാകുന്ന ഒരു കാര്യം അമേരിക്ക ചെയ്തിരിക്കുന്നു. ഇറാന്റെ ഈ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയിരിക്കുന്ന ആക്രമണം എന്നുള്ളതായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയ്ക്ക് നന്ദി അറിയിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം. പിന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു നെടുനീളൻ പ്രസംഗം ഇന്ന് നമ്മൾ കേട്ടു. ഇറാൻ കീഴടങ്ങണം, സർവ്വായുധങ്ങളും വെച്ചുകൊണ്ട് ഖമനേയി കീഴടങ്ങണം എന്നുള്ളതാണ് സമാധാനത്തിനായിട്ടുള്ള ആകെ ഒരു പോംവഴി എന്നുള്ളതാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. അങ്ങനെ ഒരു ആഹ്വാനം ഉണ്ടാകുന്നു ട്രംപിന്റെ ഭാഗത്തു നിന്ന്. പക്ഷേ പിന്നീട് എങ്ങനെയായിരിക്കും ഇറാൻ പ്രതികരിക്കുക? ഇറാൻ അമേരിക്കയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രതികരിക്കുമ്പോൾ അമേരിക്കയുടെ സൈനിക ശേഷിയുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളുള്ള ഇടങ്ങളിലേക്ക് ഇറാന്റെ ആക്രമണം ഉണ്ടാകും എന്നൊക്കെയുള്ളത് ഉറ്റുനോക്കുകയായിരുന്നു ലോകരാഷ്ട്രങ്ങൾ. ആ തരത്തിൽ ഇറാന്റെ പ്രത്യാക്രമണം ഉണ്ടാവുകയാണ്. ടെൽ അവീവ്, ജെറുസലേം തുടങ്ങിയിട്ടുള്ള ജെറുസലേമിൽ വരെ ഇറാന്റെ മിസൈലുകൾ വന്നു പതിച്ചു എന്നുള്ളതാണ്. അവിടെ വരെ പതിച്ചു വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. അങ്ങനെ ആ തരത്തിൽ ആക്രമണം ഉണ്ടാകുന്നു, പ്രത്യാക്രമണം ഉണ്ടാകുന്നു. ഇറാന്റെ ഭാഗത്തുനിന്നും വലിയ തിരിച്ചടി നേരിടുന്ന അവസ്ഥ. ഇറാൻ ഈ അമേരിക്കയുടെ ഈ ആക്രമണത്തിൽ പ്രതികരിച്ചത് ചുവന്ന വര ലംഘിച്ചിരിക്കുന്നു അമേരിക്ക ഇതിന് വലിയ മറുപടി പറയേണ്ടി വരും. ഒരു അപകടകരമായിട്ടുള്ള വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് ഈ കാര്യങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇറാന്റെ മന്ത്രിമാർ ഉൾപ്പെടെ സംസാരിച്ചത്. പിന്നീട് UN ഈ വിഷയത്തിൽ അപലപിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്തു. UN ഇടപെടൽ ഉണ്ടായത് അങ്ങനെയാണ്. ഇന്നിപ്പോൾ അമേരിക്കയുടെ നേരിട്ടുള്ള പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമ്പോൾ പിന്നീട് നമ്മൾ കണ്ടു ഹമാസും ഹൂതികളും ഇറാനു വേണ്ടി രംഗത്തെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഹമാസും ഹൂതികളും രംഗത്തെത്തി. അന്താരാഷ്ട്ര നിയമങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത് അമേരിക്കയുടെ ഭാഗത്ത് എന്നുള്ളതാണ് ഹമാസ് പറഞ്ഞത്. സമാനമായി തന്നെ ഹൂതികളും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിരിക്കുന്നു എന്ന് ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ അമേരിക്കയുടെ ഈ കാര്യത്തിൽ ഒപ്പം നിൽക്കുന്ന അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ പോലും അത്തരത്തിലുള്ള നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടു. അതായത് സമാധാനം ഇപ്പോഴും അകലെ എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ അറ്റോമിക് എനർജിയിൽ നിന്ന് വരെ ഏജൻസിയിൽ നിന്ന് വരെ വന്നിരിക്കുന്ന ചില വിവരങ്ങൾ നോക്കുമ്പോൾ വലിയ ആണവ കേന്ദ്രങ്ങളാണ്. ഈ ഫോർദോ ആണെങ്കിലും നദാസ് ആണെങ്കിലും ഉൾപ്പെടെ വലിയ രീതിയിൽ പ്രത്യാഘാതം ഉണ്ടാക്കാൻ ശേഷിയുള്ളവയാണ്. അവയ്ക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ പോലും അപ്പോൾ അവിടെ ആണവ കേന്ദ്രങ്ങളിൽ ചോർച്ചയില്ല എന്നുള്ള റിപ്പോർട്ട് അത് സമാധാനം നൽകുന്നതാണ്. അങ്ങനെ ചോർച്ചയൊന്നുമില്ല, അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുൾപ്പെടെയാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് മറ്റ് പ്രത്യാഘാതങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യത നിലവിലില്ല എന്നുള്ളതാണ്. ആ ആണവ കേന്ദ്രങ്ങളുടെ പ്രവർത്തനം തുടരാൻ കഴിയുന്ന അവസ്ഥയാണെന്നുള്ളതാണ് ഇറാൻ ഈ വിഷയത്തിൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. മണിക്കൂറുകൾക്ക് ഇപ്പുറത്തേക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം. മറ്റൊന്ന്, ഇറാന്റെ വിദേശകാര്യമന്ത്രി മോസ്കോയിലേക്ക് തിരിക്കുകയാണ്. നേരത്തെ തന്നെ റഷ്യ ഈ വിഷയത്തിൽ ഇടപെടാം, സമാധാന ചർച്ചകൾക്കായി ഞങ്ങൾ ഉണ്ട് മുൻപിലെന്ന് പുടിൻ പറഞ്ഞിരുന്നു. അപ്പോൾ പുടിൻ പറഞ്ഞത് പിന്നാലെ തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രി മോസ്കോയിൽ പോയി പുടിനെ കാണാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലിയോ 14 മാർപ്പാപ്പ സമാധാനത്തിനായി മനുഷ്യത്വമുള്ള മനുഷ്യന്റെ മനസാക്ഷി ആഗ്രഹിക്കുകയാണ്, കാക്ഷിക്കുകയാണെന്നുള്ളതാണ് മാർപ്പാപ്പ ഈ വിഷയത്തിൽ സംസാരിച്ചിരിക്കുന്നത്. അതായത് ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഇറാനെയും ഇസ്രായേലിനെയും തന്നെയാണ്. വലിയ നാശനഷ്ടങ്ങൾ, വലിയ വിനാശങ്ങൾ വരുത്തിവെച്ചുകൊണ്ട് തന്നെ ഈ സംഘർഷം തുടരുന്നു. അമേരിക്ക നേരിട്ട് കളത്തിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി കീഴൽ മറിയുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ.